ഓക്കെ. അപ്പോൾ എന്താണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 5, മെർക്കുറി സ്പെക്ട്രം ഡെറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ആൻഡ് ഫോട്ടോൺ എനർജി. ഇല്ലയിൽ വെച്ച് എന്താണ് വളരെ ലെങ്തി ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. ഞാൻ പറഞ്ഞായിരുന്നു എന്തായാലും വെള്ളം കുടിക്കേണ്ടി വരുന്ന. അപ്പോൾ വെള്ളം കുടിക്കാനുള്ള അവസരമായിട്ടുണ്ട്. സോ ഇത് ഒരുപാട് ചെയ്യാനുണ്ട്. അത് ചെയ്യുന്ന ഭാഗമായിക്കോട്ടെ, പിന്നെ കാൽക്കുലേഷൻ ഭാഗമായിക്കോട്ടെ, ഞാൻ കാണിച്ചു തരാം. ഒരു ടേബിള്, രണ്ടാമത്തെ ടേബിള്, ഇവിടെ എന്തൊക്കെയും എഴുതാനൊക്കെ ഉണ്ട്, മൂന്നാമത്തെ ടേബിള്, അത് വലിയ, പിന്നെ നാലാമത്തെ ടേബിള്. ഇതിനെ കാൽക്കുലേറ്റ് സെപ്പറേറ്റ് ഒരുപാട് പെട്ടി വരച്ച് മടുത്തു അത്ര. പിന്നെ തിയറീൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിൻ്റെയൊക്കെ എഴുതി തഴഞ്ഞു പോയിട്ടില്ല. പോട്ടെ, വല്ല എന്ത് ചെയ്താലും ബാൻഡേജ് ഇട്ടിട്ടൊന്നും പ്രത്യേകിച്ചൊരു മെച്ചമില്ല. കയ്യിൻ്റെ കാര്യമൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ തിയറിയൊക്കെ എഴുതിയിട്ട്. സോ അതിൽ നോക്കാം. ലെറ്റ്സ് സീ ഹൗ ടു ഡു ദിസ് എക്സ്പെരിമെൻറ്റ്. ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഐ വിൽ ട്രൈ വാട്ട് ഐ ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതിൽ ബേസിക്കലി സെറ്റപ്പ് ഒരു സ്പെക്ട്രോമീറ്ററാണ്. ഞാൻ സ്പെക്ട്രോമീറ്റർ കാണിച്ചു തരാം. കാരണം നിങ്ങൾ ഫിഗർ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു മെച്ചമില്ല. ഇതാണ് ബേസിക്കലി സ്പെക്ട്രോമീറ്റർ. അതിൽ ഈ വലിയ പോലത്തെ സാധനമാണ് ടെലിസ്കോപ്പ്, കുഞ്ഞ് സാധനമാണ് കോളിമീറ്റർ എന്ന് അതിനെ പറയും. അപ്പോൾ ഈ കംപ്ലീറ്റ് സെറ്റപ്പിനെയാണ്, ഈ കംപ്ലീറ്റ് റൗണ്ടിൽ വരുന്ന ഈ കംപ്ലീറ്റ് സെറ്റപ്പിനെയാണ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി കോളിമീറ്റർ. ഇതിൻ്റെ കോളിമീറ്ററിൻ്റെ ബാക്കിലായിട്ടാണ് ഈ സ്ലിറ്റ് ഉണ്ടാവുക. അതായത് നമുക്ക് ഈ ഒരു സ്ക്രൂ ഇങ്ങനെ തിരിച്ചു മറിച്ച് കഴിഞ്ഞാൽ, അതായത് സ്ലിറ്റ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കാം. ഞാൻ വേറൊരു പേപ്പർ എടുക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, സ്ലിറ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സ്ലിറ്റ് ഇങ്ങനെ പൂട്ടിയിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ ഇവിടുത്തെ ഈ സ്ക്രൂ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതോറും അതിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് ഇങ്ങനെ, അതായത് മെല്ലെ അതിങ്ങനെ ഒരു ഡോറ് തുറക്കുന്നതിൽ മെല്ലെ ഇങ്ങനെ തുറന്ന് വരും. അപ്പോൾ മാക്സിമം നമ്മൾ ഈ സ്ലിറ്റിനെ മാക്സിമം കുറച്ചിട്ട് വെക്കുക. അതായത് ലൈറ്റിനെ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഇതിൽ സ്ലിറ്റിൻ്റെ വിരുത്ത് കൂടെ, അതായത് അതിൻ്റെ മാക്സിമം തിക്നെസ് കുറച്ചുകൊണ്ട് വരുത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരമാണ് നമുക്ക് മാക്സിമം ആ ഒരു കറക്റ്റ് അതിനൊരു സിംഗിൾ ലൈനായിട്ട് കിട്ടിയിട്ട്, അതായത് ഇതിനെ ഫോക്കസ്ഡ് ലൈനായിട്ട് ലൈറ്റിനെ കിട്ടിയിട്ട് നമുക്ക് വേണ്ട റീഡിങ്സ് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ്. മാക്സിമം അതിന് ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മൾ എന്ത് ചെയ്യണം, ഈ കംപ്ലീറ്റ് സെറ്റപ്പ് എടുത്തിട്ട് നമ്മൾ പുറത്ത് കാണുന്ന വിൻഡോൻ്റെ അടുത്തായിട്ട് വെക്കുക. ആ ടേബിളിനോട് വെച്ചിട്ട് ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യുക, ഈ കോളിമീറ്ററിനൊന്നും ചെയ്യേണ്ട, ഈ ടെലിസ്കോപ്പിനെ ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുക. അതേതെങ്കിലും സ്കൂളിൻ്റെ ഓടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏലേനെയോ അത് ഇതിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ആയ സാധനം പിന്നെ നമ്മളതിൻ്റെ ഫോക്കസ് അല്ല മാഗ്നിഫിക്കേഷൻ മാറ്റാൻ പാടില്ല. കാരണം ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് പിന്നീട് നമുക്ക് ചെയ്യുന്നതെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. ഇപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ആദ്യം ഈ സാധനം ഫോക്കസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഫോക്കസ് ചെയ്തിട്ട് അതോടെ ഫോക്കസ് ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഈ സാധനം നേരെ എടുത്തിട്ട് ഇനി നമ്മളെ ചെയ്യുന്ന. അപ്പോൾ ഈ സാധനം എടുത്തിട്ട് നേരെ നമ്മൾ ടേബിളിലേക്ക് വെക്കും. അതിന് ശേഷം ഈ കോളിമീറ്റർ ഉണ്ടല്ലോ, നമുക്ക് ഈ ലൈറ്റിൻ്റെ സോഴ്സ് കിട്ടാനൊരു സംഭവമുണ്ട്. അതായത് ഒരു ടേബിളിൻ്റെ മുകളിൽ, ഞാൻ പറഞ്ഞൊരു ടേബിളല്ല, ഒരു വുഡൻ ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് എന്തുണ്ട്, ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന, അതായത് ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഒരു ബൾബാണ്. ഇത് നമ്മളെ പണ്ടത്തെ കാലത്തിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഓവൽ ഷേപ്പിലെ ബൾബാണ്. അതൊന്ന് വൈറ്റ് ലൈറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് അതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചില ഹോൾസിൻ്റെ ഇടയിൽ കൂടെ മാത്രമേ, ഹോൾസ് അല്ല, ഈ ഒരു റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിൽ കൂടെ മാത്രമേ ലൈറ്റ് വരുള്ളൂ. അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ആ സാധനത്തിന് മാക്സിമം ഈ കോളിമീറ്ററിൻ്റെ ഈ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അടുപ്പിച്ചത്. അതായത് കംപ്ലീറ്റ്ലി ലൈറ്റ് മൊത്തം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വൈറ്റ് ലൈറ്റിനെ തട്ടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്ലിറ്റ് മെല്ലനെ തുറക്കുക. അതായത് ഇതാണ് കോളിമീറ്റർ എങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് എന്തുണ്ട്, ഇതുണ്ടോ, ഈ രണ്ടും ഇങ്ങനെ രണ്ടും മറ്റേ വില്ലൻസിനെ പോലെ, അതായത് ഹീറോയും വില്ലനും കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പോലെ ഇപ്പോൾ കോളിമീറ്ററും മറ്റേ ടെലിസ്കോപ്പും നോക്കുന്നുണ്ട്. ടെലിസ്കോപ്പ് ഫോക്കസ്ഡ് ആണ് ഓൾറെഡി. അപ്പോൾ ഈ ടെലിസ്കോപ്പിൽ കൂടെ ഇത് ഞാൻ എൻ്റെ ഒരു കണ്ണിനെ വരച്ചിട്ടുണ്ട്. എൻ്റെ വലിയ കണ്ണത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ലേ, ഒക്കെ കണ്ണ് കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഈ സ്ലിറ്റിന് മെല്ലെ, അതായത് ഈ ബ്രൈറ്റ് ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റിൻ്റെ സോഴ്സ് ഇങ്ങനെ അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ബ്രൈറ്റ് ലൈറ്റ് അതെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ
ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ ആ ഒരു ഞാനൊരു പറയണം, അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ എന്ത് ചെയ്യുക, ഇതിനെ കംപ്ലീറ്റ്ലി അതായത് ഈ ഭാഗം, അതായത് ഇതിൻ്റെ കാണുന്ന ഭാഗം ഈ ലെൻസിൻ്റെ ഭാഗം കവർ ചെയ്യാൻ പാടില്ല. പക്ഷേ ലെൻസിൻ്റെ ഭാഗം ഒഴിച്ചിട്ട് ഇതിൻ്റെ ബാക്കി ഈ ഒരു മറ്റേ ഒരു പാത്ത് ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, അതായത് ആദ്യം സ്ലിറ്റിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ആക്കി അത് ഇതിൻ്റെ ഉള്ളിൽ നോക്കി കറക്റ്റ് എന്താണ് ജസ്റ്റ് ഒരു ഒറ്റ എന്താണ് മാക്സിമം എത്രത്തോളം, അതായത് കാണുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്ന പോലെ എന്താണ് ഒരു നൂലിൻ്റെ അത്ര മാത്രം തിക്നെസ് ഉണ്ടാവാൻ പാടില്ല. ഏത് നൂല് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അല്ല കണ്ടിട്ടുണ്ടാവും. ആ നൂലിൻ്റെ തിക്നെസ് മാത്രമേ ഉണ്ടാവാൻ പാടില്ല, ദിസ് മച്ച് തിക്നെസ് ഓൺലി. അപ്പോൾ ആ വൈറ്റ് ലൈറ്റ് കാണുമ്പോൾ എന്താണ് അത്ര തിക്നെസ്സിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ രീതിക്ക് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു തുണി ഉണ്ടാവും, ഒരു ബ്ലാക്ക് ക്ലോത്ത് ഉണ്ടാവും. ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി, അതായത് ഈ ഒരു ഭാഗം വെച്ചിട്ട്, കാരണം ഇങ്ങനെ ഇതിനോട് കവർ ചെയ്താൽ പിന്നെ ഉള്ളിലത്തെ സാധനം കാണൂല, ലൈറ്റിൻ്റെ പാത്ത് കാണൂല, ഇവിടുത്തെ വരെ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു സാധനം വെച്ചിട്ട് കവറപ്പ് ആക്കും. അന്നേരം ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റെല്ലാം പോയിട്ട് നമ്മളെ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ അതിനെ മാത്രം കറക്റ്റ് നമുക്ക് അതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ചില ലൈൻസ് ഒന്നും ഇതിലിപ്പം ഞാൻ പറയാൻ വന്ന ചില സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്, ചില കളേഴ്സ് ഉണ്ട്, അത് ചിലപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റിയെന്ന് വരണമെന്നില്ല. അപ്പോൾ അതും കൂടി കാണണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അൺവാണ്ടഡ് ലൈറ്റെല്ലാം മാക്സിമം ബ്ലോക്ക് ചെയ്യേണ്ടിയിട്ട് മറ്റേ ഇത് തുണി വെച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യുക, ആ കോളിമേറ്ററിനെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് എന്നിട്ട് ഈ ലെൻസിനെ കവർ ചെയ്യാത്ത രീതിയിൽ, അത് നിങ്ങളെ കോമൺ സെൻസ് പോലെ അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പിന്നെ എന്താണ് ഇതിൽ കൂടെ ലൈറ്റ് പിന്നെ കാണൂല. ഓക്കെ, അതങ്ങനെ വെച്ചിട്ട് റെഡിയാക്കി വെക്കുക. അതിന് ശേഷമാണ് കുറച്ച് അത്യാവശ്യം പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഞാൻ ചിലപ്പോൾ ഈ പറയുന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തെറ്റിപ്പോലും ചെയ്യുക, കാരണം എനിക്ക് അത്ര അങ്ങോട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് അത് അവിടുന്ന് ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ട ഇൻവിജിലേറ്റർ അവിടുന്ന് അത് പറഞ്ഞു തരും. ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ അത്ര അതിനെ പറ്റിയിട്ട് അത്ര വലിയ എനിക്കൊരു കാരണം ചില സ്റ്റെപ്പെല്ലാം എനിക്ക് അവിടെ എടുക്കില്ല, ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷേ എന്നാൽ പിന്നെ എനിക്ക് ചില സ്റ്റെപ്പ് അങ്ങോട്ടങ്ങ് ഓർമ്മയിൽ വെക്കുന്നില്ല. അതെന്തായാലും ടീച്ചർ ഞാൻ പറഞ്ഞു ആ ഒരു ബന്ധപ്പെട്ട ആൾ എന്ത് ചെയ്തു അതൊന്ന് പറഞ്ഞു തരും. ആ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാനിപ്പം പറഞ്ഞില്ല, ഇതിപ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവിനെ നമുക്ക് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഇങ്ങനെ ഈ ഒരു സാധനത്തിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി ആ വെർനിയർ ടേബിൾ എന്ന് പറയുന്നത്. ആ വെർനിയർ ടേബിളിൽ ഇങ്ങനെയും റീഡിങ്സ് ഉണ്ടാവും, ഇങ്ങനെയും റീഡിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് കാണുന്നത്, ആംഗിൾസ് ആയിരിക്കും കാണുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒരു 130, പിന്നെ 130ൻ്റെ ഇടയിലൊരു 4 റീഡിങ്സ്, പിന്നെ 135, പിന്നെ 140. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ അങ്ങനെയല്ല, എങ്ങനെയാണ് കാണാൻ പറ്റുക, 130 പിന്നെ ഒരു കുഞ്ഞ് വര, പിന്നെ ഒരു വലിയ വര, ഒരു കുഞ്ഞ് വര. അപ്പോൾ 130 കഴിഞ്ഞിട്ട് പിന്നെ 130.5, പിന്നെ 131.0, 131.5. അപ്പോൾ 0.5ൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 0.5 ഡിഗ്രി അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ ആ ഒരു ലീസ്റ്റ് കൊണ്ടാണ് ഈ ഒരു ബേസിക്കലി ഈ ഒരു വെർനിയർ ഇതിന് ഇല്ലത്. ഇതിൻ്റെ സ്പെക്ട്രോമീറ്ററിൻ്റെ ഇതിൻ്റെ ലീസ്റ്റ് ഓൺ എന്ന് പറയുന്നത് എത്രയാണ്, 1 മിനിറ്റാണ്. അല്ല 1 മിനിറ്റ്, ഓക്കെ 1 മിനിറ്റ് അല്ല 30 മിനിറ്റ്സ് ആണ് വരിക. 1.5 ഡിഗ്രി ഈസ് ഈക്വൽ ടു, അതായത് 0.5 എന്ന് പറയുമ്പോൾ 1/2 ഡിഗ്രി ഇൻറ്റു നമ്മളെ 60 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക, 30 മിനിറ്റ്സ് അത്രയാണ് വരിക. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി. അപ്പോൾ ഇതിനെ നമുക്ക് ഈ സ്ക്രൂവിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ പറ്റുമെങ്കിൽ ഈ ഒരു സാധനം കൂടി നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇത് ഒരുപാട് തിയറി ഉണ്ട്, അതൊന്നും ഇപ്പം നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബിഗിൻ വിത്ത് പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ദ സ്പെക്ട്രോസ്കോപ്പ്. ഓക്കെ, ഇതിലെന്തെല്ലാം മറ്റേ സ്പിരിറ്റ് ലെവൽ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ ആക്ച്വലി സ്പിരിറ്റ് ലെവലിൻ്റെ ആ ഒരു ബാലൻസിങ് ഒന്നും ആക്ച്വലി ചെയ്യുന്നില്ല. ദെൻ ഫോക്കസ് ദ ടെലിസ്കോപ്പ് ഫോർ പാരലൽ റേസ് ബൈ സൈറ്റിങ് ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ വെച്ചിട്ട് അതിനെ ടെലിസ്കോപ്പിനെ ഫോക്കസ് ചെയ്തൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഫ്രീ ഫ്രം പാരലാക്സ്. ഓക്കെ, പാരലാക്സ് എറർ കുറക്കേണ്ടിയിട്ട് പ്ലേസ് ദ സ്പെക്ട്രോമീറ്റർ, ബ്രിങ് ദ കോളിമീറ്റർ ആൻഡ് ടെലിസ്കോപ്പ് ആൻഡ് ഫസ്റ്റ് അഡ്ജസ്റ്റ് കോളിമീറ്റർ ഫസ്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ സ്ലിറ്റ് വിഡ്ത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. പിന്നെ ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എൻഷുർ പ്രോപ്പർ ഫോക്കസിങ് ബിഫോർ സ്റ്റാർട്ടിങ് എനി മെഷർമെൻറ്റ്സ്. ഓക്കെ, ആഫ്റ്റർ ദ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നാരോ ദ സ്ലിറ്റ്, അതൊക്കെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. ബ്രിങ് ദ ടെലിസ്കോപ്പ് ഇൻ ലൈൻ വിത്ത് കോളിമീറ്റർ, രണ്ടും അങ്ങോട്ട് കണ്ണോട് കണ്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഫേസ് ചെയ്യാം. ക്ലാമ്പ് ദ ടെലിസ്കോപ്പ് ആൻഡ് യൂസിങ് ദ ടാൻജൻഷ്യൽ സ്ക്രൂ, ബ്രിങ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ക്രോസ് വൈസ് ടു കോയിൻസൈഡ് വിത്ത് ദ ഫിക്സ്ഡ് എഡ്ജ് ലെങ്ത് ഓഫ് ദ സ്ലിറ്റ് വിഡ്ത്ത്. അതായത് ഈ ഒരു രീതി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നുണ്ട്, ഇതിനാണ് ടാൻജൻഷ്യൽ സ്ക്രൂ എന്ന് പറയുന്നത്. ഇതിനാണ് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ടെലിസ്കോപ്പിന് തൽക്കാലത്തേക്ക് അസ്യൂം ചെയ്യാണ്. കാരണം കാണുമ്പോൾ ഇതാ കുറച്ചും കൂടി വലുതായിട്ട് തോന്നുന്നത്.
ഇവിടെയാണല്ലോ ഇവിടെ സ്ലിറ്റിൻ്റെ ഒക്കെ ആ ഒരു ഹോൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓബ്വിയസ്ലി ദിസ് വിൽ ബി ദ കോളിമേറ്റർ. പിന്നെ ഇതിവിടെ സാധനം ടൈറ്റാക്കി വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമുക്ക് ഈ ടെലിസ്കോപ്പിൻ്റെ ഉള്ളിലത്തെ പ്രത്യേകത ഉണ്ട്, ഇതിലൊരു ക്രോസ് വയർ ഉണ്ടാവും. ക്രോസ് വയർ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വൈറ്റ് ലൈറ്റ് ഇങ്ങനെയാണല്ലോ കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ക്രോസ് വയർ ഇതിനോട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വര വെക്കുന്നതിൽ അതിനെ കുറച്ചും കൂടി നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ഇതിനിവിടെ ഇതിനിങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അത് അവിടുന്ന് പിന്നെ എന്ത് ചെയ്യും, ഇങ്ങോട്ടും റൊട്ടേറ്റ് ആവില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട്, അതിൻ്റെ സൈഡ് ഇതേപോലത്തെ ഒരു സ്ക്രൂവിൻ്റെ സൈഡിലായിട്ട്, അതായത് ഇതിൻ്റെ എനിക്ക് അപ്പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, അപ്പുറത്ത് എന്ത് ഇവിടെ തന്നെ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ അപ്പുറത്ത് എന്താണ് ഒരു സ്ക്രൂ ഉണ്ട്, ആ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി സ്ക്രൂ. അതിങ്ങനെ എടുപ്പോയി അതിങ്ങനെ നമ്മൾ മെല്ലെ നീക്കി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ പോയി ലാസ്റ്റ് ഇങ്ങനെ നിൽക്കും. കറക്റ്റ് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു ലൈറ്റ് കാണുന്ന ഭാഗത്ത് ഇങ്ങനെ കോയിൻസൈഡ് ചെയ്തിരിക്കും. ഇത് കിട്ടുന്നവരെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, അതവിടെ സെറ്റ്. ബ്രിങ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ക്രോസ് വയർസ് ടു കോയിൻസൈഡ് വിത്ത് ഫിക്സ്ഡ് എഡ്ജ് ഓഫ് ദ സ്ലിറ്റ് ഇമേജ്. ആ സ്ലിറ്റ് ഇമേജ് കാണുന്നിടത്ത് ആ ക്രോസ് വയറിനെ കോയിൻസൈഡ് ചെയ്ത് വെക്കുക. അൺക്ലാം ദ വെർനിയർ ടേബിൾ ആൻഡ് അഡ്ജസ്റ്റ് ഇറ്റ് സോ ദാറ്റ് വെർനിയർ 1 അതായത് ഈ സാധനം ക്ലാമ്പ്ഡ് ആയിരിക്കും. ഇതിനെ ലൂസാക്കിയിട്ട് ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ എന്താണ് അത് നിങ്ങളിഷ്ടം, നിങ്ങൾക്ക് വേണ്ടിക്കല് ഇതിനെ വെർനിയർ 1 ഇതിനെ വെർനിയർ 2 അല്ലെങ്കിൽ ഇതിനെ വെർനിയർ 2 ഇതിനെ വെർനിയർ എങ്ങനെ വേണ്ടിക്കുക ഫിക്സ് ചെയ്യുക. പക്ഷേ ഫിക്സ് ചെയ്ത സാധനം പിന്നെ മാറ്റാൻ പാടില്ല. ഇതിപ്പോൾ വെർനിയർ 1 തൽക്കാലത്തേക്ക് ഇതിനെ വെർനിയർ 1 ഇതിനെ വെർനിയർ 2 ആയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെർനിയർ 1 അത് ഇതിൻ്റെ ഉള്ളിൽ കുറേ റീഡിങ്സ് ആണെന്നുണ്ടോ, 180 വരെയല്ല റീഡിങ്സ്, 180 അല്ല 360 വരെയല്ല കംപ്ലീറ്റ് സർക്കിൾ ആണല്ലോ. 360 വരെയിൽ 2 തീറ്റ ഈസ് ഈക്വൽ ടു 360. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ 180. അപ്പോൾ ഇതിലും 180 വരെയുള്ള റീഡിങ്സ് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങോട്ടേക്കും 180 വരെയുള്ള റീഡിങ്സ് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ടോട്ടലാണ് 260 വരുന്നത്. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സിന് 2 തീറ്റയിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരുന്നുണ്ടത് ഇപ്പോൾ ഇതാണ് ബേസിക്കലി V1 എങ്കിൽ വെർനിയർ എങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ്, അതായത് ഈ സാധനം ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനം റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, വെർനിയർ 1 0, അതായത് ഇതിപ്പോൾ ചിലപ്പോൾ 0 ഇതിപ്പോൾ 0 എന്താണ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ 30 ഡിവിഷൻസ് ഉണ്ട്. ഇത് 30th ഡിവിഷന്, ഇത് 0th ഡിവിഷന്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താണ് 5, പിന്നെ 4.5, പിന്നെ 4 അങ്ങനെ പോയി ലാസ്റ്റ് എന്താണ് ഇവിടെ 0 ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം എന്താണ് ഈ 2 വരും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് നോക്കുക. അപ്പോൾ എന്തായി, നമുക്ക് 0 ഡിഗ്രി കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, മറ്റേതിൻ്റെ മുകളിൽ ഇത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് 180 വെച്ച് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിട്ടുണ്ടാവും, ഇതിപ്പോൾ 0 ആയിട്ട്, അതായത് വെർനിയറിൻ്റെ 0 ഞാൻ പറയുന്നത്, വെർനിയറിൻ്റെ 0 അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ 180ൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഇത് V1 V2 ആയിട്ട്, അപ്പോൾ V1 ഈസ് ഈക്വൽ ടു 0 ഡിഗ്രിയിൽ സെറ്റാക്കുക, V2 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയിൽ. അത് സെറ്റാക്കേണ്ട ആവശ്യമില്ല, ഇത് ഇവിടെ 0 ഡിഗ്രി സെറ്റ് ചെയ്ത് കോംപ്ലിമെൻ്റ് ആയിട്ട് ഇത് 180യിൽ എത്തണം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സ്പീരിയൻസ് ബേസിക്കലി തെറ്റാണെന്നല്ല എൻ്റെ അർത്ഥം. ബേസിക്കലി ഇഫ് ദിസ് ഇസ് 0 ദിസ് ഷുഡ് ബി 180. ഇറ്റ്സ് ആക്ച്വലി എന്താണ് സിമ്പിൾ ലോജിക്, കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ആംഗിൾസ് ആണ്. അതിന് ശേഷം ഇനി ക്ലാമ്പ് ദ വെർനിയർ ടേബിൾ അഗെയിൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാമ്പ് ചെയ്യാന്ന് വെച്ചാൽ ടൈറ്റ് ചെയ്യുക ആ സ്ക്രൂവിന്, എന്നിട്ട് അവിടെ ഫിക്സ് ആക്കിയിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അൺക്ലാമ്പ് ദ ടെലിസ്കോപ്പ്, റൊട്ടേറ്റ് ഇറ്റ് എക്സാക്ട്ലി. ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിവിടെ ഫിക്സ് ആക്കിയില്ല. അതിന് ശേഷം ഇനി നമ്മൾ എന്തായിരുന്നു ചെയ്തത്, നമ്മൾ ഈ ടെലിസ്കോപ്പിനോട് ഫിക്സ് ആക്കി വെച്ചല്ലേ, ഈ ടെലിസ്കോപ്പിൻ്റെ ഈ ടാൻജൻഷ്യൽ സ്ക്രൂ ലൂസാക്കി വിടുക. അതിനാണ് അൺക്ലാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസാക്കി വിടുക, ക്ലാമ്പ് എന്ന് വെച്ചാൽ ടൈറ്റ് ആക്കുക. ഈ സാധനം ലൂസാക്കുക. അതിന് ശേഷം കറക്റ്റ് 90 ഡിഗ്രി, അതായത് ഇതിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, കറക്റ്റ് 90 ഡിഗ്രി ചരിച്ചിട്ട് ഏകദേശം അപ്പോൾ എന്താ, ആ കോളിമീറ്റർ ഇവിടെ ഫിക്സ്ഡ് തന്നെ. ഇതായിരുന്നു നമ്മളെ എന്തായിരുന്നു അതിന് പറയുന്നത്, ടെലിസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്ത് 90 ഡിഗ്രി പക്ക ഇതാ 90 ഡിഗ്രി ഞാൻ കറക്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട്, അപ്പോൾ എന്താ ഇത് ടെലിസ്കോപ്പ്, ഇത് കോളിമീറ്റർ, ഈ രീതി കിട്ടി. അപ്പോൾ അതിങ്ങനെ നമുക്ക് മനസ്സിലാവും, കാരണം അതിൻ്റെ റീഡിങ്സ് ഇവിടെ ഉണ്ടാവും. ആ വെർനിയറിൽ നോക്കിയാൽ മതി, വെർനിയറിൽ നോക്കുമ്പോൾ 90 ഡിഗ്രി കറക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി കറക്റ്റ് 90 ഡിഗ്രിയിലാണ് എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ശേഷം എന്താ ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് വേണ്ടിക്ക് ഈ ക്ലോക്ക് വൈസും ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ് ഒന്ന് അങ്ങോട്ടേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതായത് ഇങ്ങോട്ടേക്കും വെച്ചിട്ട് 190 വെച്ചിട്ട് ചെയ്യുക, അല്ല അങ്ങോട്ടേക്ക് വെച്ചിട്ട് 90 വെച്ചിട്ട് ചെയ്യുക. അത് നിങ്ങളെ ഫ്രീഡാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണ്ടിക്ക് ചെയ്യാം. അതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക, അത് അവിടെ 90ൽ ഫിക്സ് ആക്കിയിട്ട് ആടെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ടൈറ്റ്. ഇനി മൗണ്ട് ദ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ഓൺ ദ ഗ്രേറ്റിംഗ് ടേബിൾ. അതായത് ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു സംഭവം കണ്ടോ, ഇതാണ് ബേസിക്കലി ഗ്രേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം, നമ്മളെ ഒരു ഒരു കാർഡ് പോലത്തെ ഒരു കുഞ്ഞ് കാർഡ് പോലത്തെ സാധനം ഉണ്ടാവും.
അതിൻ്റെ മുകളിൽ എന്താണ് ഇത്, അതിൻ്റെ മുകളിൽ എന്താണ് ഒരു വൈറ്റ് കളർ ടേപ്പ് ഒട്ടിച്ച പോലത്തെ സംഭവമാണ്. ഈ വൈറ്റ് ഒട്ടിച്ച ടേപ്പ് പോലത്തെ ഭാഗത്തിനാണ് റൂൾഡ് മറ്റേ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിലത്തെ ഒന്നും ഒട്ടിക്കാത്ത ഒരു ബാക്സിൽ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സിസ്റ്റമാണ്. ഇവിടെ ഒരു ഗ്ലാസ്സാണ് നടുക്ക് വെക്കുന്നത്. കാരണം ആ ലൈറ്റ് നമുക്ക് എന്താണ് ഡിഫ്രാക്ട് ചെയ്ത് വിടേണ്ടിയാണ്, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് വിടേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഭാഗത്തിനാണ് അൺറൂൾഡ് എന്ന് പറയുന്നത്. ആക്ച്വലി തിയററ്റിക്കലി നോക്കുകയാണെങ്കിൽ റൂൾഡ് വെച്ചാൽ അൺറൂൾഡ് വെച്ചാൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു സൈഡ് എന്ത് ചെയ്യുക, ഈ ഒരു അതായത് ഇതിൻ്റെ കവർ ചെയ്യുന്ന അത്ര സൈസ് മാത്രമേ, അതിനെക്കാട് കുറച്ച് വലുത് അത്ര സൈസ് മാത്രമേ അതിനുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിലൊരു സാധനമാണ്, ഒരു കാർഡ് പോലത്തെ, ഒരു കുഞ്ഞ് കാർഡ് പോലത്തെ സാധനം. അതിനെവിടെ ഫിക്സ് ആക്കി വെക്കുക. അതായത് ഫിക്സ് ആക്കുക എന്നല്ല, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറ്റി വെക്കുക. അതായത് ഇതിപ്പോൾ അതിൻ്റെ എന്താ ഇങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഇതാ. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ട് 2 സാധനം വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുക, ഈ സാധനം കയറ്റി ഇടുക. എന്നിട്ട് അവിടെ കറക്റ്റ് അവിടെ നിന്നോളൂ. അത്ര മാത്രമേ ഇതിന് സാരമില്ലൂ. ഇറ്റ് വിൽ ജസ്റ്റ് ഫിറ്റ് പെർഫെക്റ്റ്ലി. എന്നിട്ട് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ദ ഗ്രേറ്റിംഗ് ടേബിൾ. ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂ, ഈ ഗ്രേറ്റിംഗ് ടേബിളിന് മാത്രമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ സാധനം ക്ലാമ്പിനാണല്ലോ, ഇത് ഫിക്സ്ഡ് ആണ്, ഇത് മാറ്റുന്നില്ല. ഇത് മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരിക. എത്ര വരെ റൊട്ടേറ്റ് ചെയ്യണം? അതായത് ഇതിപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കോളിമേറ്റർ. അതായത് നിങ്ങൾ ഇവിടെ ഒരു ഫിഗർ കണ്ടത്, ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഇതാണ് ഗ്രേറ്റിംഗ് ടേബിൾ. ഇതാണ് ഈ രീതിക്കാണ് വെച്ചിരിക്കുന്നത്. അതായത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇത് കോളിമേറ്റർ, ഇത് ടെലിസ്കോപ്പും ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക. ഇതിങ്ങനെ തിരിച്ച് അപ്പോഴത്തേക്ക് അതായത് ഒരാളിങ്ങനെ മറ്റേ ടെലിസ്കോപ്പിലെ കൂടെ നോക്കുന്ന ടൈമിൽ തന്നെ അതേ കാള് തന്നെ എന്ത് ചെയ്യുക, കൈ കൊണ്ട് എന്ത് ചെയ്യുക, അതായത് ഇതിനും തൊടാത്ത രീതിയിൽ, അതായത് ഇതിന് അധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാണ്ട് ഈ ഗ്രേറ്റിംഗ് ടേബിൾ ഇങ്ങനെ എന്താക്കി വരിക, ചെരിച്ച് വരിക. ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ കറക്റ്റിൻ്റെ റിഫ്ലക്ഷൻ, ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഏതിൽ കാണാൻ പറ്റും, ടെലിസ്കോപ്പിൽ കാണാൻ പറ്റും. ഏതെങ്കിലും അത് കറക്റ്റ് അതിനെ ക്രോസ് വയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ ഏതെങ്കിലും മൂലക്കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ എന്താ അപ്പോൾ മനസ്സിലായിക്കോളൂ, ഗ്രേറ്റിംഗ് ഇസ് അറ്റ് 45 ഡിഗ്രി ഇൻസിഡൻസ് ആംഗിൾ വിത്ത് നമ്മൾ ടെലിസ്കോപ്പിൻ്റെ ആ ഒരു റേ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിവിടെ തട്ടിയ സാധനം ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഇത് ഓരോന്ന് മനസ്സിലാക്കി തന്നെ പോവുക എല്ലാം ചെയ്യാം. ഓക്കെ, അതങ്ങനെ തന്നെ ചെയ്യുക. അത് ആക്ച്വലി സിമ്പിളായൊരു കാര്യമാണ്. അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ആ ടെലിസ്കോപ്പ് നോക്കുന്ന ആൾ തന്നെ അതിങ്ങനെ ഗ്രേറ്റിംഗ് എന്ന് പറയുന്നത്, ആ ഗ്രേറ്റിംഗ് അതിങ്ങനെ ചെരിച്ച് ഏകദേശം ഒരു 45 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുക, ആ സാധനം കാണും. അപ്പോൾ ആ സാധനം റിഫ്ലക്റ്റ് ആയ സാധനം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ആംഗിൾ ഇൻസിഡൻസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാക്കോട്ടേക്ക് പോകുന്നത്. അതായത് റിഫ്ലക്റ്റഡ് സാധനം കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 45 ഡിഗ്രി. അല്ലാണ്ട് നമ്മൾ 45 ഡിഗ്രി എന്ന് അതിൽ കാണുന്ന ആ ഗ്രേറ്റിംഗ് ഈൻ്റെ മുകളിൽ റീഡിങ്സ് ഒന്നുമില്ല. നമ്മളിങ്ങനെ 45 ഡിഗ്രി ആയോന്നെങ്ങനെ മനസ്സിലാക്കുന്നത്, അതിൻ്റെ റിഫ്ലക്ഷൻ ഏതിൽ കാണിക്കും, ടെലിസ്കോപ്പ് കാണിക്കും. കറക്റ്റായിട്ട് ആ ഒരു പെർഫെക്റ്റ്ലി 45 എത്തുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇനി എന്താ ചെയ്യുക, റൊട്ടേറ്റ് ദ ഗ്രേറ്റിംഗ് ടേബിൾ അണ്ടിൽ കോയിൻസൈഡ്സ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദ ക്രോസ് വയർസ്. ഇത് ആക്ച്വലി പറയുന്നുണ്ട്, പക്ഷേ ക്രോസ് വയർ ആക്ച്വലി നിർബന്ധമില്ല, അത് വെച്ചിട്ട് കണ്ടാലും മതി. ദിസ് ഇമേജ് ഷുഡ് അപ്പിയർ വൈറ്റ്. ഇതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, വൈറ്റ് ആയിരിക്കണം നിർബന്ധമുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 45 ഡിഗ്രി. യെസ്. അൺക്ലാമ്പ് ദ സർഫേസ് ഓഫ് ദ ഗ്രേറ്റിംഗ് continues to face the collimator. Clamp the vernier table and do not disturb it for the remainder of the experiment. ഈ സാധനം ക്ലാമ്പ് ചെയ്ത് വെക്കുക. നമ്മളെ വെർണിയർ ടേബിൾ ഫിക്സ് ആക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അതിനിങ്ങനെ വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങാറാക്കി കളിക്കാൻ പാടില്ല. ഇടങ്ങാറാക്കി കളിച്ചാൽ എന്താ, ലാസ്റ്റ് ഒരുപാട് റീഡിങ്സ് എടുക്കാനല്ലാതെ നല്ല രീതിക്ക് തെറ്റിയ മൊത്തം വാല്യൂ തെറ്റി പോവും. എക്സ്പെരിമെൻറ്റ് പോയി, എക്സാം പോയി, എല്ലാം പോയി എന്ന് വിചാരിച്ചാൽ മതി. അത്രേ പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സമയം പിടിക്കുന്ന എക്സ്പെരിമെൻറ്റ്, വേഗമൊന്നും തീരുമൊന്നുമില്ല അത്. പിന്നെ കാൽക്കുലേഷൻ ഒരുപാട് ചെയ്യാനുണ്ട്. ഞാൻ അതിൻ്റെ കാര്യം പറയുന്നുണ്ട് കാൽക്കുലേഷൻ. ഇതും കഴിഞ്ഞോട്ടെ, ഞാൻ എത്തിക്കോട്ടെ അതിലേക്ക്. പിന്നെ ഗ്രേറ്റിംഗ് ഇസ് നൗ ഇൻ നോർമൽ ഇൻസിഡൻസ് പൊസിഷൻ. ഓക്കെ, നോർമൽ എന്ന് പറയുമ്പം മറ്റേ 90 ഡിഗ്രി ആ ഇൻസിഡൻസാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് സ്പെക്ട്രോമീറ്റർ പ്രോപ്പർലി അലൈൻഡ്, പ്ലേസ് ദ മെർക്കുറി ലാമ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോളിമീറ്റർ ആൻഡ് അഡ്ജസ്റ്റ് സോ ദാറ്റ് ലൈറ്റ് എൻറ്റേഴ്സ് ദ സ്ലിറ്റ് എഫിഷ്യൻ്റ്ലി. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. Before determining the wavelengths of unknown lines, standardize the grating using prominent green line of mercury at 546.1. നമ്മളിത് വെച്ചിട്ട് ഗ്രീനിൻ്റെ സാധനം വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ സ്റ്റാൻഡർഡൈസ് ഒന്ന് ചെയ്യേണ്ടതുണ്ട്. ബ്രിങ് ഫസ്റ്റ് ഓർഡർ ഗ്രീൻ ലൈൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ഇതൊന്നും ആക്ച്വലി നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി ചെയ്യണം നിർബന്ധമില്ല. സ്റ്റാൻഡർഡൈസ് ആക്ച്വലി ചെയ്യേണ്ടതാണെങ്കിൽ പ്രൊസീജിയർ പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ ആക്ച്വലി സ്റ്റാൻഡർഡൈസ് ഒന്നും ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് വയലറ്റ് വെച്ചിട്ട് തുടങ്ങുക ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ്. ഓക്കെ, ഇതിൻ്റെ ദി സ്റ്റാൻഡർഡൈസ് വാല്യൂ ഫോർ ദ ഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് യൂസ് ഫോർ ഓൾ സബ്സിക്വൻറ്റ്. ഇത് ആക്ച്വലി നമ്മൾ ഇത് ഫസ്റ്റ്, അതായത് നമ്മൾ
അത് ആക്ച്വലി ഇരട്ടിപ്പണിയാണ്. നമ്മളെന്താണ്, അതായത് നമ്മളെന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് വയലറ്റ് കിട്ടി, വയലറ്റ് 1 എന്ന് പറയുന്നൊരു കളർ കിട്ടി, പിന്നെ വയലറ്റ് 2, പിന്നെ ഇതായിരുന്നു കളർ, ഞാൻ കളറെല്ലാം മറന്നുപോയി. വയലറ്റ് 1, വയലറ്റ് 2, ബ്ലൂ ഗ്രീന്. ഈ ഗ്രീന് നമ്മൾ എന്തായാലും നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഗ്രീന് എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് ഏത് ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്, ഈ രണ്ടാമത്തെ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്രീന് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആ ഗ്രീൻ കണ്ടുപിടിച്ച് എന്നിട്ട് പിന്നെ അതായത് ഗ്രീൻ ഇപ്പം ഇങ്ങനത്തെ ഒരു ആംഗിൾ കിട്ടിയാൽ വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്കുള്ള ആംഗിൾസിലേക്കുള്ള പിന്നെ മറ്റേ കളേഴ്സെല്ലാം കണ്ടുപിടിക്കുക, അതൊക്കെ ഭയങ്കര ഇരട്ടി പണിയാണ്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇത് പോട്ടെ, ഈ സാധനം കംപ്ലീറ്റ് പോട്ടെ, ഇതങ്ങ് ഇല്ലാന്നെങ്കിൽ ഇതങ്ങ് കംപ്ലീറ്റ് അങ്ങ് മായച്ചോളാം, മൈൻഡിൽ നിന്ന് അങ്ങ് മായച്ചോളാം. ഇത് ആക്ച്വലി നമ്മൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇരട്ടി പണിയായി പോകുന്നത്, അത് ആക്ച്വലി നമ്മൾ ചെയ്യാൻ നിന്നിട്ടില്ല. ആഫ്റ്റർ സ്റ്റാൻഡർഡൈസേഷൻ പോട്ടെ, പ്രൊസീഡ് ടു ഒബ്സർവ് ദ കംപ്ലീറ്റ് മെർക്കുറി സ്പെക്ട്രം. ഞാൻ പറയുന്നത് നമ്മൾ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ആവും. നമുക്ക് ഓരോ കളറും കാണാൻ പറ്റും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, പിന്നെ ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, നമ്മൾ കാണുന്ന സ്പെക്ട്രൽ റൈൻസിൽ വയലറ്റ് 1 എന്ന് പറയുന്നൊരു കളറും ഉണ്ട്, വയലറ്റ് 2 ഉണ്ട്. ചിലപ്പോൾ വയലറ്റ് 2 ചിലപ്പോൾ ഇൻഡിഗോ, എനിക്ക് കറക്റ്റ് അറിയില്ല, അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ ഇൻഡിഗോനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചത്, എനിക്ക് കറക്റ്റ് സംഭവം പക്ഷേ മനസ്സിലായില്ല. ചിലപ്പോൾ വയലറ്റിന് തന്നെ വേറൊരു വേരിയൻ്റ് ആയിരിക്കും. അതായത് വയലറ്റ് എന്ന് പറയുമ്പോൾ കട്ടിയിലൊരു വയലറ്റും ഉണ്ട്, പിന്നെ എന്താ ഒരു കട്ടി കുറഞ്ഞ, അതിന് ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഒരു കുറച്ച് കളർ ഫെയ്ഡായിട്ടുള്ള പോലത്തെ ഒരു വയലറ്റും ഉണ്ട്. വയലറ്റ് തന്നെ ഇപ്പോൾ എന്തെല്ലാം ഷെയ്ഡില്ല വയലറ്റ് ഉണ്ട് നമുക്കറിയില്ലല്ലോ, ഒരുപാട് ടൈപ്പ് ഓഫ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ വയലറ്റ് 1 എന്ന് പറയുന്നൊരു കളറുണ്ട്, വയലറ്റ് 2 എന്ന് പറയുന്ന കളറുണ്ട്, പിന്നെ ബ്ലൂ എന്ന് പറയുന്ന ഒരു, പിന്നെ ബ്ലൂ ഗ്രീൻ. അതായത് ബ്ലൂവും ഗ്രീനും കൂടി ഒരുമിച്ചൊരു മിക്സായ പോലത്തെ ഒരു കളർ എങ്ങനെ ഉണ്ടാവും, അതാണ് ബ്ലൂ ഗ്രീൻ എന്ന് പറയുന്ന കളർ. പിന്നെ ഗ്രീന് കറക്റ്റ് ഗ്രീനായിട്ട് കിട്ടുന്ന കളറുണ്ട്. പിന്നെ യെല്ലോ 1 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കട്ടി കൂടിയ ഒരു തിക്കായിലെ യെല്ലോ കളറ്. പിന്നെ യെല്ലോ 2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻറ്റൻസിറ്റി കുറച്ചും കൂടി ഒരു മങ്ങിപ്പോയ പോലത്തെ ഒരു, നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് ഓഫ് ഗ്രീൻ എന്ന് തന്നെ പറയുന്നതല്ല, നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് ഓഫ് യെല്ലോ കളർ. ഒരു കുറച്ചും കൂടി അതിനൊരു എന്താണ് ഷെയ്ഡ് കുറവായിരിക്കും, തിക്നെസ് കുറവായിരിക്കും. ഓക്കെ, ഇത്ര കളേഴ്സാണ് ബേസിക്കലി നമുക്ക് ഏതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുക, നമ്മളെ ടെലിസ്കോപ്പിനുള്ളിൽ കാണാൻ വേണ്ടി പറ്റുമോ. ഓക്കെ, എന്നിട്ട് additional green lines and yellow doublets sequentially to the crosswire intersection on both sides of the zero order position. Record the Vernier readings determine. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചല്ലോ, യെസ്. അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വെർണിയർ ഈ സാധനയുടെ ക്ലാമ്പ് ചെയ്ത് ഫിക്സ് ആക്കി വെക്കുക. ഇത് പിന്നെ എന്ത് ചെയ്യരുത്, ഇതിനെ പിന്നെ ലൂസാക്കാൻ പാടില്ല. അപ്പോൾ എന്നിട്ട് നമ്മളെ ടെലിസ്കോപ്പ് പേടിയായിരുന്നു നമ്മൾ പറഞ്ഞത്, അതായത് 90 ഡിഗ്രി ഇവിടെ, ഞാനിപ്പോൾ തൽക്കത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് എടുത്തിട്ട് ഇവിടെയായിരുന്നു നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രേറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയായിരുന്നു. ആ ഗ്രേറ്റിങ്ങിൻ്റെ കാര്യം ശരിയാക്കിയിട്ടാണ്, അതായത് റിഫ്ലക്ഷൻ കണ്ടിട്ടാണ് ഈ സാധനം ഇവിടെ ക്ലാമ്പ് ചെയ്ത് വെക്കേണ്ടത്, ഫിക്സ് ആക്കി വെക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്ക്രൂ ലൂസാക്കിയിട്ട് നമുക്കിനി എങ്ങോട്ട് നമുക്ക് ഇഷ്ടമില്ല, അതായത് ഈ ടെലിസ്കോപ്പിനെ നമുക്ക് എങ്ങോട്ട്, അതായത് ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ ഇങ്ങനെ ഇഷ്ടമില്ല അടുത്തേക്കോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, പ്രശ്നമില്ല. പക്ഷേ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം ഞാൻ ഇപ്പോൾ ഈ കൈ ഇങ്ങനെ വെക്കുന്ന ഭാഗമാണല്ലോ, ഈ ഒരു സാധനം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ മാത്രം, അതായത് ഇവിടെ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല, ഐ പി എസ് തൊടരുത്, ഇവിടെ ഒന്നും തൊടാൻ പാടില്ല, ഇവിടെ ഒന്നും തൊടാൻ പാടില്ല. ടീച്ചർ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, കറക്റ്റ് ഈ ഒരു ഭാഗത്ത് മാത്രം മാക്സിമം 2 വിരൽ ഉപയോഗിച്ചാൽ മതി. അത്ര എന്താണ് നീങ്ങാത്ത ഒരു സാധനമൊന്നുമല്ല, അത്ര ജസ്റ്റ് കൈ കൊണ്ട് നീക്കുക, 2 വിരലുകൊണ്ട് നീക്കാവുന്നതേ ഉള്ളൂ. ഇത് മാത്രം അങ്ങോട്ട് നീക്കാൻ ഇങ്ങോട്ട് നീക്കാൻ, ഈ ഒരു 2 വിരലും ഈ ഒരു ഭാഗം മാത്രം യൂസ് ചെയ്യാം. അത് ആക്ച്വലി അങ്ങനെ പറയാൻ കാരണം റിസൾട്ട് തെറ്റിപ്പോണ്ടിരിക്കേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ദാറ്റ്സ് എ ലോജിക് ബിഹൈൻഡ് ദറ്റ്. അതിന് ശേഷം ഇതിപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കുക. അതായത് അപ്പോൾ എന്താ, ഇതിപ്പോൾ ആ ഗ്രേറ്റിംഗ് 45 ഡിഗ്രിയിൽ അങ്ങനെ അതിൻ്റെ ആ ഒരു സാധനം ഇങ്ങനെ ചെരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ കറക്റ്റ് ഈ വീണ്ടും കോളിമേറ്ററിൻ്റെ കണ്ണോട് കണ്ണ് വരുന്ന രീതി അതായിരിക്കും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആണല്ലോ, അതിൻ്റെ സെൻറ്റർ കിട്ടി. എന്നിട്ട് സെൻറ്ററിന് നമ്മൾ എന്ത് ചെയ്യാം, സെൻറ്ററിന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഇങ്ങനെ ഒരു ടേബിളാണ്, ഇതിപ്പോൾ ഇതാണ് ടെലിസ്കോപ്പ്, ഇത് സെൻറ്റർ കൂടെ ഇത്. അതിന് ശേഷം സെൻറ്ററിന് ആദ്യം നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടം, സെൻറ്ററിൽ നിന്ന് ഞാനിപ്പോൾ ചൂസ് ചെയ്യണം. അതായത് ഞാൻ അങ്ങോട്ടേക്ക് എൻ്റെ റൈറ്റിലേക്ക് ഞാൻ പോവാം, റൈറ്റ്. അപ്പോൾ ഞാൻ മെല്ലെ ഇതിനെ നീക്കുന്നത്, അതായത് ഇതിൽ നോക്കിക്കൊണ്ട് തന്നെ നീക്കി വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഉള്ളിൽ, ഈ ടെലിസ്കോപ്പിനുള്ളിൽ വയലറ്റ് കളർ കറക്റ്റ് കാണാൻ പറ്റും, വയലറ്റ് കളർ. അപ്പോൾ എന്ത് ചെയ്യുക, വയലറ്റ് കളർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ അത് ഏകദേശം അതിൻ്റെ അടുത്തത്തെ തന്നെ ആകുമ്പോൾ അവിടെ എന്നിട്ട് ഏകദേശം അടുത്തെത്തി കഴിഞ്ഞാൽ അവിടെ ടാൻജൻസ് സ്ക്രൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. എന്നിട്ട് മറ്റേ ആ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ക്രോസ് വയർ കറക്റ്റ് ആ വയലറ്റ് ലൈനിനോട് കറക്റ്റ് വരുന്ന രീതി കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. അതിന് ശേഷം ഈ 2 മറ്റേ വെർണിയർ റീഡിങ്സ് എന്ത് ചെയ്യുക, 2 വെർണിയർ റീഡിങ്സും നോട്ട് ചെയ്യുക. എനിക്കിപ്പോൾ 303 കിട്ടി, വെർണിയർ
മറ്റേ VSR 0, മറ്റേ അപ്പുറത്തേൽ എന്താണ് 303, അല്ല അപ്പുറത്തേൽ എന്താണ് 326.5, VSR 11. ഓക്കെ ഓക്കെ, അങ്ങനെയല്ല എടുക്കുന്നത്. ഓക്കെ ഓക്കെ, ഇത് തൽക്കാലത്തേക്ക് ഇത് മാറുന്നതാളാ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ മാറിപ്പോയി. 303 മറ്റേ ഒന്നിലെ ഒരു V1-ൻ്റെ റീഡിങ്, പിന്നെ 0, പിന്നെ V2-ൽ, അതായത് അപ്പുറത്താണ് ഞാൻ റീഡിങ് പറഞ്ഞത്, ഇപ്പുറത്തെ റീഡിങ് 123-ഉം 2-ഉം. ഓക്കെ, അപ്പോൾ ഈ വയലറ്റ് 2 കൂടി കാണാൻ പറ്റുമോ? അതായത് എൻ്റെ കയ്യിൽ നിന്ന് ആലോചിച്ച് നോക്ക്, ഇതാണ് വയലറ്റ് 1 എങ്കിൽ ഇതായിരിക്കും വയലറ്റ് 2. രണ്ടും ഒരുമാതിരി എന്താണ്, വളരെ അടുത്തടുത്ത് നിൽക്കുന്ന ചങ്ങായിക്കളെ പോലെയാണ്, വളരെ അടുത്ത് ക്ലോസ് ആയിട്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് എന്ത് കാണാൻ പറ്റുമോ, വയലറ്റ് 2-നെ കാണാൻ പറ്റുക. കുറച്ചും കൂടി ഇതിന് നല്ലൊരു എന്താണ്, നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും ഈ വയലറ്റിന്. അതിന് കുറച്ചും കൂടി ഒരു കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ച് നോക്കിയാലേ വയലറ്റ് 2-നെ കാണാൻ പറ്റുള്ളൂ. അത് ആക്ച്വലി പലപ്പോഴും ചിലപ്പോൾ മങ്ങിപ്പോകാറുണ്ട്. അതുകൊണ്ട് പറയുന്നത്, ഞാൻ വീഡിയോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ആ ഒരു കോളിമേറ്ററിനെ ഈ ഒരു ഭാഗം കാണാത്ത രീതിയിൽ, പക്ഷേ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് എന്ത് ചെയ്യുക, മറ്റേ ക്ലോത്ത് വെച്ചിട്ട് മൂടുക. എന്നാൽ മാത്രമേ അത് മൂടിയിട്ട് ഒരാൾ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് വെക്കുക. എല്ലാം എന്താ സംഭവിക്കുക, നമുക്ക് കളർ ഇങ്ങനെ നിൽക്കുന്ന കളറൊന്നും കാണാൻ പറ്റില്ല. യെല്ലോ 1 യെല്ലോ 2 അതേ സെയിം കേസ് തന്നെ. ഇതിപ്പോൾ യെല്ലോ 1 ആണെങ്കിൽ ഇത് യെല്ലോ 2, അതായത് ഓർഡർ തന്നെ വരും. ഫസ്റ്റ് യെല്ലോ 1 പിന്നെ യെല്ലോ 2. ഇത് രണ്ടും ഇങ്ങനെ മറ്റേ ഭയങ്കരം വിട്ടുപിരിയാത്ത സുഹൃത്തുക്കളെ പോലെ ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. മറ്റേ ഗ്രീനും, അതായത് ഇപ്പോൾ വയലറ്റും വയലറ്റും പിന്നെ ബ്ലൂ തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇങ്ങനെയാണ് നിൽക്കുന്നത്, വയലറ്റ് ഇവിടെയും ബ്ലൂ ഇവിടെയും ഇത്ര ഡിസ്റ്റൻസിലാണ് ബേസിക്കലി. അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാജറേഷൻ കാണിച്ചാൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബ്ലൂവും വയലറ്റും തമ്മിൽ വളരെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന അത്ര കാണുമ്പോൾ തന്നെ തിരിയും വയലറ്റ് എവിടെയാണ് ബ്ലൂ എവിടെയാണ്. വയലറ്റും ബ്ലൂവും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത അത്ര ചെറിയ കുട്ടികളല്ല നമ്മൾ. എന്തായാലും വയലറ്റ് ഏതാ ബ്ലൂ ഏതാന്ന് കളർ മനസ്സിലാവും. അപ്പോൾ ഇവിടെ വയലറ്റ് നിൽക്കുന്നെങ്കിൽ ബ്ലൂ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കിട്ടണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ആക്ച്വലി നമ്മളെ ഇത് കിട്ടണ്ടെങ്കിൽ വയലറ്റ് 2 കിട്ടണ്ടെങ്കിൽ ഇത് നീക്കണമെന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ മറ്റേ ഇതിൻ്റെ ഇത്ര അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നീക്കിയിട്ട്, ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ വയലറ്റ് 2 കൂടിയായിരിക്കും. വയലറ്റ് 1 കൂടിയാണ് വയലറ്റ് 2 കൂടെ കുറച്ചും നീക്കിയിട്ട് വയലറ്റ് 2ലേക്ക് എത്തിക്കുക. അപ്പോൾ എന്താ 30, ഞാൻ പറഞ്ഞില്ല MSR മിക്കവാറും മാറാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ മാറിയേക്കാം, ഞാൻ ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളെ കേസിലൊന്നും അങ്ങനെ മാറിയിട്ടില്ല. 326.5 ഇവിടെ, പക്ഷേ കുറച്ച് ഒന്ന് വേരിയേഷൻ വന്നത് 327. ഓക്കെ, അപ്പോൾ ഒരു റീഡിങ്, അടുത്ത റീഡിങ് VSR 29 അല്ല, VSR നോട്ട് ചെയ്യുക, രണ്ടിലും നോട്ട് ചെയ്യുക. V1-ലും V2-ലും സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ രണ്ട് സൈഡിൽ രണ്ടാളും വെച്ചിട്ട് നോട്ട് ചെയ്യുക. അടുത്ത കുറച്ചും കൂടി അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബ്ലൂ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 2 റീഡിങ്സ് നോട്ട് ചെയ്യുക. കുറച്ചും കൂടി അങ്ങോട്ട് നീക്കിയാൽ ബ്ലൂ ഗ്രീൻ രണ്ടും കൂടി മെർജ് ചെയ്യുന്ന പോലത്തെ ഒരു കളർ കാണാൻ പറ്റും. അതിലെല്ലാം അപ്പോൾ ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴത് ഇത് ടൈറ്റ് ചെയ്യുക, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുക, ആ കറക്റ്റ് ക്രോസ് വയറിനെ അഡ്ജസ്റ്റ് ആക്കുക, എന്നിട്ട് റീഡിങ്സ് എടുക്കുക. അതിന് ശേഷം കുറച്ചും കൂടി അങ്ങോട്ട് ആക്കിയാലോ ഗ്രീൻ കിട്ടും, അതിൻ്റെ റീഡിങ്സ് നോട്ട് ചെയ്യുക. കുറച്ചും കൂടി അങ്ങോട്ട് ആക്കിയാൽ യെല്ലോ കിട്ടും. യെല്ലോ പിന്നെ അതേപോലെ യെല്ലോനെ കുറച്ചും കൂടി യെല്ലോ 1 കിട്ടും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് യെല്ലോ 2 നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നീക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ആയി കഴിഞ്ഞാൽ യെല്ലോ 2-ൻ്റെയും കിട്ടും. ഞാൻ പറഞ്ഞില്ലേ 298, 297.5 വളരെ അടുത്തടുത്ത വാല്യൂസാണ്. ഒരു വലിയ ഡിഫറൻസ് ഒന്നും MSRൽ വരില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്. കാരണം ഇങ്ങനെ നിൽക്കുമെന്നൊക്കെ പറയുമ്പോൾ എന്താ, ഇത് യെല്ലോ 1 യെല്ലോ 2 വയലറ്റ് 1 വയലറ്റ് 2 അത്ര അടുത്ത് നിങ്ങൾക്ക് പോലും വിശ്വാസമായില്ല. പക്ഷേ ഇത്ര അടുത്തായിട്ടാണ് കളേഴ്സ് നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ച് നോക്കിയാലേ സാധനം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ സ്പെക്ട്രം റൈറ്റ് ഓഫ് ഡയറക്റ്റ് ഇമേജ് എന്താണ്, ഇത് സ്പെക്ട്രം ലെഫ്റ്റാണ്. ഓക്കെ, നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആക്ച്വലി ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് അതായത് ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോക്കിട്ടേക്ക് എടുക്കുന്നതാണ് സ്പെക്ട്രം ലെഫ്റ്റ് ഓഫ് ദ ഇമേജ്, ഈ ലെഫ്റ്റ് റീഡിങ്സ്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നെങ്കിൽ അത് റൈറ്റ് റീഡിങ്സ് ആണ്. ഇതൊക്കെ ഈ എടുക്കുന്ന റീഡിങ്സ് എല്ലാം ഫസ്റ്റ് ഓർഡർ റീഡിങ്സ് ആണ്. നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് റീഡിങ്സ് ഇവിടെ റെഡ് വരെ ആക്ച്വലി എടുക്കുകയാണെന്നില്ല, റെഡൊന്നും ആക്ച്വലി എടുക്കുക, യെല്ലോ വെച്ചിട്ട് അവസാനിപ്പിക്കുക. നമ്മൾ ഈ റെഡും കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ഈ ചെയ്ത പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ് സാറ് പറഞ്ഞ പ്രകാരം പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് വയലറ്റ് 1 വയലറ്റ് 2 പിന്നെ മറ്റേ ബ്ലൂ, പിന്നെ എന്തായിരുന്നു ബ്ലൂ ഗ്രീൻ യെല്ലോ 1 യെല്ലോ 2 എന്നെല്ലാം പറഞ്ഞിട്ട് വീണ്ടും സെറ്റ് ഓഫ് റീഡിങ്സ് കിട്ടും. ഇതാണ് സെക്കൻഡ് ഓർഡർ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. ഫസ്റ്റ് ഓർഡർ പക്ഷേ കറക്റ്റായിട്ട് കിട്ടണം. സെക്കൻഡ് ഓർഡർ കിട്ടാൻ ചാൻസ് കുറവാണ്. ഞാൻ ചെയ്തപ്പോൾ ഒരു ഗ്രൂപ്പുകാരും ഈ സെക്കൻഡ് ഓർഡർ വാല്യൂസ് അങ്ങനെ എഴുതി കാണുന്നില്ല. അങ്ങനല്ല, എഴുതിയിട്ടുണ്ടാവും. പക്ഷേങ്കിൽ നമ്മളേതെങ്കിലും ഗ്രൂപ്പിൽ, കാരണം ഒരുപാട് ടൈം മേടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓർഡറിനെ ചെയ്ത് തീരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയാണ്. അതും എക്സാമിൻ്റെ ഇടയ്ക്ക് ചെയ്ത് തീർക്കണം, എളുപ്പമില്ല പണിയല്ല. ഫസ്റ്റ് ഓർഡർ തന്നെ കിട്ടുന്ന വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഓർഡർ റീഡിങ്സ്.
ആ സെറ്റ് ഓഫ് റീഡിങ്സിനാണ് ആദ്യം കാണുന്ന സെറ്റ് ഓഫ് റീഡിങ്സ് ഫസ്റ്റ് ഓർഡർ. അതിന് ശേഷം വീണ്ടും ഇനി ഭാഗ്യവശാൽ നിങ്ങൾക്ക് ഇനി സെക്കൻഡ് ഓർഡർ റീഡിങ്സ് കൂടി കിട്ടുന്നുണ്ട്, അതിനാണ് സെക്കൻഡ് ഓർഡർ റീഡിങ്സ് എന്ന്. വീണ്ടും അങ്ങോട്ടേക്ക് നീക്കുമ്പോൾ പിന്നെയും വയലറ്റ് 1, വയലറ്റ് 2, പിന്നെ ബ്ലൂ ഗ്രീൻ, പിന്നെ ഗ്രീൻ, യെല്ലോ 1, യെല്ലോ 2 എന്നെല്ലാം പറയും വീണ്ടും റീഡിങ്സ്. പിന്നെ അങ്ങോട്ടേക്ക് എന്താ ഓറഞ്ച്, അതിന് ശേഷം റെഡൊക്കെ ആക്ച്വലി കാണും. അതൊന്നും ആക്ച്വലി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ആക്ച്വലി വെറുതെ നിങ്ങൾക്ക് ഒരു രസത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യും. അതൊന്ന് വെറുതെ ഒന്ന് അതിലൂടെ കൂടി നോക്കിയാൽ കാണാൻ പറ്റും. റെഡിനും ഗ്രീനൊക്കെ അല്ല, റെഡിനും ഓറഞ്ചൊക്കെ അത് റീഡിങ്സ് എടുക്കേണ്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി സെക്കൻഡ് ഓർഡർ വേണമെന്ന് ആക്ച്വലി ഇല്ലയെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഓർഡർ പക്ഷേ എന്തായാലും നിർബന്ധമായിട്ട് കിട്ടിയിരിക്കണം ഈ ഒരു സെറ്റിലും. അതായത് ലെഫ്റ്റ് ഓഫ് ദ ഡയറക്റ്റ് ഇമേജ് എന്ന് പറയുമ്പോൾ ഈ ടെലിസ്കോപ്പിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്ക്, അതായത് ഇങ്ങോട്ടേക്ക് എടുത്ത്, അപ്പോൾ എന്താ ഇവിടെ വീണ്ടും അപ്പോൾ മറ്റേ ഇവിടെ ഇപ്പോൾ വയലറ്റ് 1 കിട്ടി. അപ്പോൾ അതിൻ്റെ V1 V2 കണ്ടുപിടിക്കണം. പിന്നെ ഇങ്ങോട്ട് കുറച്ചും കൂടി അപ്പോൾ എന്താ വയലറ്റ് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് അടുത്തായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ടാൻജൻസ് സ്ക്രൂ കുറച്ചൊന്ന് ടാൻജൻസ് ഇല്ല മറ്റേ എൻ്റെ പേരെന്താ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ചൊന്ന് ഇങ്ങോട്ടാക്കുക. അപ്പോൾ എന്താ അപ്പോൾ V1 V2. അപ്പോൾ അടുത്ത റീഡിങ്സ് പിന്നെ ബ്ലൂ ഗ്രീൻ, അതിങ്ങനെ നീക്കി എന്ത് ചെയ്യുക, ഓരോ കളറിലേക്ക് എത്തിക്കുക. ആ സ്ലിറ്റിൽ കൂടെ തന്നെ ഓരോ കളർ ഇങ്ങനെ കാണുന്നുണ്ടാവും. ആ കളർ നീക്കുക ഇങ്ങനെ ലാസ്റ്റ് എന്താണ് യെല്ലോ 2 വരെ. അപ്പോൾ അതാണ് ബേസിക്കലി ഞാൻ ഈ ടേബിൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ സ്പെക്ട്രം റൈറ്റ് ഓഫ് ഡയറക്റ്റ്. അത് ഞാൻ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പറഞ്ഞ് മാറിപ്പോയി. റൈറ്റ് അങ്ങോട്ടേക്കുള്ള റീഡിങ്സാണിത്, ലെഫ്റ്റ് ഇങ്ങോട്ടേക്ക് എടുത്ത റീഡിങ്സാണിത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, MSR VSR വെച്ചിട്ട് എല്ലാത്തിലും ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ ഇവിടെയും MSR VSR വെച്ചിട്ട് ടോട്ടൽ. ഇതാണ് A, ഇതാണ് B, ഇതാണ് ബേസിക്കലി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റീഡിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന റീഡിങ്സ് എല്ലാം ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ ഡിഗ്രിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് മറ്റേ നോർമൽ കാൽക്കുലേഷൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇതിനൊരു ചെറിയൊരു പണിയുണ്ട്. 303 + 0 മിനിറ്റ്, അപ്പോൾ 303 ഡിഗ്രി. ഇനി 123 ഡിഗ്രി പിന്നെ 2, ഇത് ആക്ച്വലി 2 മിനിറ്റാണ്. അതായത് ഇത് ആക്ച്വലി 123 ഡിഗ്രിയും ഈ VSR എന്ന് പറയുന്ന മിനിറ്റ് അതിൻ്റെ 2 മിനിറ്റാണ്. ഇതിനെങ്ങനെ കംപ്ലീറ്റ്ലി ഡിഗ്രി ആക്കി മാറ്റുക? 123 ഡിഗ്രി + 2 മിനിറ്റ്സിനെ എന്താക്കി മാറ്റണം, മറ്റേ മിനിറ്റാക്കി മാറ്റണം. അപ്പോൾ 2 × 1/60 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1/30 എനിക്ക് എത്രയാണെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് 123.03. ഇത് ഓരോ വാല്യൂ ഇങ്ങനെ ചെയ്ത് പോവുക. ഇപ്പോൾ 11 ആണ് 11/60, 17 ആണ് 17/60, അങ്ങനെ ഓരോന്ന് എന്ത്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 30. ഇവിടെ എന്താണ് കറക്റ്റ് അതിൻ്റെ എന്താണ് മിനിറ്റ് 0 ആയതുകൊണ്ടാണ് എന്താണ് അതിൻ്റെ റീഡിങ് 303 ഡിഗ്രി എന്ന് വന്നത്. ഇവിടെ അതിനാണ് കയറ്റപ്പോൾ എന്താണ് ഒരു വാല്യൂ ഉണ്ട്, പോയിൻ്റ് ഡെസിമൽസ് ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്യുക, അതായിരിക്കും എ. പിന്നെ അതിനാണ് കയറ്റി ഇവിടെയും 326.5 + 11/60 വാല്യൂ, 147 + 17/60 വാല്യൂ. അങ്ങനെ ഓരോന്ന് ചെയ്ത് വരിക. ഈ ഡിഫറൻസ് 2θ കിട്ടണ്ടെങ്കിൽ A- അല്ല A - B അല്ലെ B-A ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ഒഴിവായി കിട്ടും. കാരണം മോഡുലസ് എടുത്താൽ മതി രണ്ടിനും കൂടി. 303 മൈനസ് ഇത് ഇവിടെ, ഇത് മൈനസ് ഇത് ഇവിടെ, ഇത് മൈനസ് ഇത് ഇവിടെ, അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാം. അതിനുശേഷം മീൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈ വയലറ്റിൻ്റെ തന്നെ V1 V2 ഉണ്ട്, 2 റീഡിങ്സ് ഉണ്ട്. അപ്പോൾ രണ്ടിനും കൂടി മീൻ എടുക്കുക. ഇത് ഈ രണ്ടിനും കൂടി മീൻ, ഇത് രണ്ടിനും കൂടി മീൻ വാല്യൂ, രണ്ടിനും കൂടി മീൻ. ഓക്കെ, അങ്ങനെ നമുക്ക് 1 2 3 4 5 6 7 മീൻ കിട്ടും. ഇനി ഡിഫ്രാക്ഷൻ ആംഗിൾ കിട്ടാൻ തീറ്റ മതി. അപ്പോൾ 2θ എങ്ങനെ തീറ്റയോ പകുതിയാക്കോ, എല്ലാത്തിനും പകുതി ഹാഫ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനൊരു ഹാഫ് ഇത്, അപ്പോൾ ഇത്ര ഡിഗ്രി. ഇതായിരിക്കും ഡിഫ്രാക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹാഫ് ഇവിടെ, ഹാഫ് ഓരോന്നിൻ്റെ. അപ്പോൾ എന്ത് കിട്ടി, ഡിഫ്രാക്ഷൻ ആംഗിൾ കിട്ടി. അപ്പോൾ ഈ സെക്കൻഡ് ടേബിൾ ബേസിക്കലി ഫില്ലാക്കേണ്ടത് ഈ ഗ്രീനിൻ്റെ വാല്യൂസ് ഉണ്ടല്ലോ, V1 V2. ആ V1 V2 ഇത് ആക്ച്വലി നമ്മൾ സെക്കൻഡ് ഓർഡർ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഓർഡർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ V1 V2 കംപ്ലീറ്റ് ഇവിടെ ഇങ്ങനെയുള്ള വാല്യൂസ് അല്ല, നേരെ കട്ട് ആൻഡ് പേസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ഇവിടുത്തെ വരെ ഈ ഒരു ആംഗിൾ വരെ 16.6 അതുവരെ കംപ്ലീറ്റ് 16 വരെ 16 വരെ ഡിഫ്രാക്ഷൻ ആംഗിൾ ചെയ്തു. അതിന് ശേഷം ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. N = ക്യാപിറ്റൽ ലെറ്റർ N. അതാണ് ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയുന്നതാണ് എന്താണ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത്ത്. ഇതാ ക്യാപിറ്റൽ ലെറ്റർ N = sin θ / N × ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്ത്ത് തന്നെ കിട്ടുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് 546.1 നാനോമീറ്റർ.
അത് ബേസിക്കലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 546.1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ × 10⁻⁹ മീറ്റർ. N എന്ന് പറയുന്നത് ആ ഓർഡർ ഓഫ് സ്പെക്ട്രമാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് 1. നിങ്ങളിനി 2 ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഏത് ഇക്വേഷനിൽ? ഈ ഇക്വേഷനിൽ നമുക്കിത് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടില്ല. സോ നമുക്ക് ഈ ഒരു വാല്യൂ ബേസിക്കലി ഇല്ല, നമ്മൾ ഈ ഒരു വാല്യൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ഫസ്റ്റ് ഓർഡർ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ഒരു 16.16. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ആണ് 5.09 × 10⁵. ഇതാണ് ബേസിക്കലി, ഇത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ ലാംഡ ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് എടുക്കുക. ഇത് പിന്നെ മാറില്ല. നമ്മൾ കാൽക്കുലേഷൻ ആക്ച്വലി എളുപ്പമാക്കി തരും. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് ഓൺ ഗ്രേറ്റിംഗ് = 5.09 × 10⁵ ലൈൻസ് പെർ മീറ്റർ. അതിനുശേഷം ഞാൻ പറയില്ല, ഒരുപാട് ടേബിൾസ് എനിക്ക് ആക്ച്വലി പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് മതിയായിപ്പോയി. ഒബ്സർവേഷൻ ആൻഡ് ടേബുലേഷൻ, ഇത് ആക്ച്വലി പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതെല്ലാവർക്കും സെയിം വാല്യൂ ഉണ്ട് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ നോർമൽ ഇൻസിഡൻസ്, വെർനിയർ 1, വെർനിയർ 2. ഡയറക്റ്റ് റീഡിംഗ് എന്ന് നമ്മൾ ഫസ്റ്റ് എങ്ങനെയായിരുന്നു വെച്ചത്? വെർനിയർ 1നെ 0-ലും മറ്റേതപ്പോൾ ഓട്ടോമാറ്റിക്കലി 180-ലായി. അപ്പോൾ 0, 180. റീഡിംഗ് ആഫ്റ്റർ ടെലിസ്കോപ്പ് ഈസ് ടേൺഡ് ത്രൂ 90. ഇത് ബേസിക്കലി സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. ഈ 90 ഡിഗ്രി ചരിച്ച് കഴിഞ്ഞാൽ എത്രയാണ് സംഭവിക്കുക? 0, ഒരു 90 ആഡ് ആയി കഴിഞ്ഞാൽ 90 ഡിഗ്രി ആവും. ഈ 180ൻ്റെ കൂടി ഒരു 90 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 270 ആവും. റീഡിംഗ് ആഫ്റ്റർ റൊട്ടേറ്റിംഗ് ദ വെർനിയർ ടേബിൾ ത്രൂ 45 ഡിഗ്രി. അപ്പോൾ അത് വീണ്ടും ബാക്കോട്ടേക്ക് ചരിച്ചപ്പോൾ എന്തായി? 90-ന് 45 കൊടുക്കും, അപ്പോൾ 45 ഡിഗ്രി. 270-ന് 45 കുറച്ച് കഴിഞ്ഞാൽ 225 ഡിഗ്രി. ഈ വാല്യൂസ് എന്താണ്? കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. 0, 180, 90, 270, 45, 2. ഇതെല്ലാ ആൾക്കാർക്കും സെയിം വാല്യൂ കിട്ടുക. സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. സെയിം പ്രിലിമിനറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ ടേബിൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് കോൺസ്റ്റൻ്റ് ആണ്, എല്ലാ ആൾക്കാരും സെയിം ആണെന്ന് വിചാരിച്ചാൽ മതി. ഇത് വേറെ നമ്മളെന്താണ് വേറെ വാല്യൂസ് ഒന്നും കിട്ടാൻ പോകുന്നത്, ഈ വാല്യൂസ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ ടേബിൾ ഞാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ ഈ N കിട്ടി. ഈ N വെച്ചിട്ടാണ് നമ്മളിനി 4ാമത്തെ ടേബിൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ടേബിൾ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി ഈ ടേബിൾ ഡെറ്റർമിനേഷൻ ഓഫ് വേവ് ലെങ്ത് ആൻഡ് ഫോട്ടോൺ എനർജി. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു സ്പെക്ട്രൽ ലൈൻസ് എഴുതുകയാണ്. വയലറ്റ് 1, വയലറ്റ് 2, ബ്ലൂ ഗ്രീൻ, അതായത് ബ്ലൂ ഗ്രീൻ, യെല്ലോ 1, യെല്ലോ 2. അതിൻ്റെ ഡിഫ്രാക്ഷൻ ആംഗിൾ അതേതൊക്കെയാണ്? ഇതാ ഈ 1, 2, 3, 4, 5, 6, 7 ഈ 7 വാല്യൂസ് ഇവിടെ ഡിഫ്രാക്ഷൻ ആംഗിളായിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. അവിടെ പോയി ഇതാ വേവ് ലെങ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതായത് ക്യാപിറ്റൽ ലെറ്റർ N = sin θ / n ലാംഡ എന്നായിരുന്നു. ഇതൊന്ന് ലാംഡ എങ്ങനെ ലാംഡ ഇങ്ങോട്ട് വരട്ടെ, ഈ N ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ ലാംഡ = sin θ / സ്മോൾ ലെറ്റർ n × ക്യാപിറ്റൽ ലെറ്റർ N. ഈ N എന്താണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രത്തിലായതുകൊണ്ട് അത് 1 തന്നെയാണ് നമ്മളെ കേസിൽ. പിന്നെ ഈ N അപ്പോൾ എന്തായിരിക്കും? ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതാണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച നമ്പർ ഓഫ് ലൈൻസ്, ദാറ്റ് ഈസ് 5.09 × 10⁵. ഇത് നിങ്ങളെ കേസിൽ സെയിം ആവണമെന്നില്ല, കാരണം നിങ്ങൾ ചിലപ്പോൾ ഡിഫ്രാക്ഷൻ ആംഗിൾ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് കണക്കായിട്ട് കണ്ടുപിടിക്കണം. ഏത്? ഗ്രീനിൻ്റെ കേസിൽ ഗ്രീനാണ് ആക്ച്വലി അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ. അപ്പോൾ ഗ്രീൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു N-ൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അത് നിങ്ങളെ കിട്ടുന്ന വാല്യൂ നിങ്ങൾ അതിലേക്ക് തന്നെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ഓരോ ഇതിപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന 5.09 × 10⁹ ആണ്. അല്ല 10⁵, സോറി 10⁹ എന്ന് പറയുന്നത് 10⁵. ആ വാല്യൂ ആണ് ഞാൻ എല്ലാത്തിലും N ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് എന്താണ് N കിട്ടുന്ന ക്യാപിറ്റൽ ലെറ്റർ വാല്യൂ, ആ N-നെ എല്ലാത്തിലും എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സെയിം. പിന്നെ ഇത് 1 തന്നെ, ഇതും സെയിം തന്നെ. ആകെ ഇപ്പോൾ എന്താ മാറുന്നത്? തീറ്റ മാത്രമേ മാറുന്നില്ലോ. സൈൻ ഓഫ് ഇത് ഡിവൈഡഡ് ബൈ 1 × 5.09 × 10⁵. അത് ആക്ച്വലി കിട്ടുക 4.07 × 10⁻⁻7 ആണ്. നമുക്ക് നാനോമീറ്ററിലാണ് റീഡിങ്സ് കിട്ടേണ്ടത്. അപ്പോൾ ഈ 2 സീറോസ് രണ്ട് ഡിജിറ്റ്സ് ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പോൾ 407 × 10⁻² × 10⁻⁷. അപ്പോൾ 407 × 10⁻² × 10⁻⁷ 2 പവേഴ്സും തമ്മിൽ ആഡ് ആവും. 10⁻⁹ 10⁻⁹ ആണ് നാനോമീറ്റർ. അപ്പോൾ 407 നാനോമീറ്റർ. അപ്പോൾ ഇത് വയലറ്റ് 1ൻ്റെ കേസ്. വയലറ്റ് 2-ൽ ലാംഡ = ഇതെല്ലാം സെയിം തന്നെ, ഡിനോമിനേറ്റർ കംപ്ലീറ്റ്ലി സെയിം, തീറ്റ മാത്രം മാറി. അപ്പോൾ അതിന് കണക്കായിട്ട് 409 നാനോമീറ്റർ. അതേപോലെ ഓരോന്നും കണ്ടുപിടിക്കുക. ബ്ലൂവിൻ്റെത് 433 നാനോമീറ്റർ. ഈ ഒരു തീറ്റ മാത്രമേ മാറില്ല, വേറെ ഒന്നും മാറുന്നില്ല. അതൊന്നും നിങ്ങൾ ആലോചിക്കണം. വേറെ ഇതെല്ലാം സെയിം ആണ്. അതായത് അങ്ങനെയല്ല, ഇത് ആക്ച്വലി കോൺസ്റ്റൻറ്റ്. ഇവിടെ എൻ്റെ കേസിൽ എനിക്ക് ഇത് കോൺസ്റ്റൻറ്റ്. ഞാൻ എന്താണ് ഓരോ റീഡിങ്സിലും ഇത് സെയിം ആക്കി എടുക്കാം. നിങ്ങൾക്ക് എന്താണ് N കിട്ടുന്നത്? നിങ്ങൾക്കൊരു N കിട്ടുമല്ലോ, ഒരു നിങ്ങൾ ചെയ്ത കാൽക്കുലേഷൻ വെച്ച് ആ N എല്ലാ കാൽക്കുലേഷൻ എല്ലാത്തിൻ്റെ ഡിനോമിനേറ്റർ ആ N വെച്ചിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് മാത്രം മാറ്റിയാൽ മതി? സൈനിൻ്റെ ആംഗിൾ മാത്രം ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടെന്നാൽ മതി. ബ്ലൂവിൻ്റെ കേസിൽ 433 ആണ്, ബ്ലൂ ഗ്രീനിൻ്റെ കേസിൽ 481 ആണ്,
ഗ്രീനിൻ്റെ കേസിൽ 546.1 അത് ആക്ച്വലി സ്റ്റാൻഡേർഡ് വാല്യൂ 546 മതി, ദാറ്റ് ഈസ് കറക്റ്റ്. പിന്നെ യെല്ലോൻ്റെ കേസിൽ 571 നാനോമീറ്റർ ആണ്, യെല്ലോ 2ൻ്റെ കേസിൽ 580 നാനോമീറ്റർ ആണ്. ഇനിയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടേബിൾ ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് ഇൻ യൂണിറ്റ്സ് ഓഫ് നാനോമീറ്റർ. ഇനി ഫോട്ടോൺ എനർജി കാണണ്ടിരിക്കില്ല, നമ്മളെ ബേസിക്കലി നമ്മളെ വേൾഡ് ഫേമസ് ഇക്വേഷൻ ഉണ്ട് എനർജിക്ക് വേണ്ടിയിട്ട്, E=hc/λ. ഏതെല്ലാം ലാംഡ? ഈ ലാംഡാസ്. അപ്പോൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട്? ഞാനിപ്പോൾ വയലറ്റ് 1ൻ്റെ എക്സാമ്പിൾ മാത്രം കാണിക്കുക. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റെ വാല്യൂ എത്ര? 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ലാംഡേൻ്റെ കേസ് 407 നാനോമീറ്റർ ആണ്. അപ്പോൾ 407 ഇൻറ്റു 10⁻⁹. ഇതിൻ്റെ വാല്യൂ വരുന്നത് 4.88 ഇൻറ്റു 10⁻⁹. ഇത് ജൂൾസിൽ ചെയ്തത് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം നിർബന്ധമില്ല, ജൂൾസിൽ ചെയ്താൽ മതി. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ വാല്യൂസ് കിട്ടും. പവർ 10⁻⁻19 തന്നെയാണ് കിട്ടേണ്ടത്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്.